നമസ്കാരം, ഞാൻ അനിൽ കുമ്പഴ. കലാസംവിധാന കലയുടെ ഒരു പുതിയ വർക്ക്ഷോപ്പിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് രണ്ടും പുതിയ പേപ്പറുകളാണ്. സിനിമയുടെ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പഴയ കാലഘട്ടത്തിലെ പേപ്പറുകളാക്കും. എങ്ങനെയാക്കും? നമ്മളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇവിടം സ്വർഗമാണ് എന്നുള്ള ചിത്രം. ആ ചിത്രത്തില് വളരെ മനോഹരമായ രീതിയിൽ പഴയ പ്രമാണങ്ങള് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പുതിയ പേപ്പറുകൾ പഴയ രീതിയിൽ ചിതലരിച്ച രീതിയിൽ അല്ലെങ്കിൽ പഴയ ഒരു കാലഘട്ടത്തിലെ പ്രമാണങ്ങൾ പോലും ആക്കിയെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾ ഇത് ഡള്ള് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തേയില വെള്ളം ഉപയോഗിക്കാറുണ്ട്. ഈ വെള്ളം തിളച്ച് കഴിഞ്ഞ് കുറച്ച് തേയില നമ്മൾ ഇട്ടിട്ട് അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് തേയില അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് കളർ അങ്ങോട്ട് വരണം, അങ്ങോട്ട് നല്ലപോലെ. ഇത് ഒരു ട്രേ ആണ്. ഈ ട്രേയിലേക്ക് നമ്മൾ ഈ ഇതാണ് നമ്മുടെ പേപ്പർ ഡള്ള് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് പേപ്പറാണ് ഇത്. നമ്മൾ ഡള്ള് ചെയ്യാനെ കൊണ്ട് പോവുകയാണ്. നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിപ്പോൾ ചൂടാക്കിയ തേയില ആണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോകുന്നത്. തേയിലയുടെ തരിയുണ്ട്, അത് ചെറുതായിട്ടൊന്ന്. ഇത് കുറച്ച് സമയം ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് നമുക്ക് ഇതിൻ്റെ സ്ക്രാച്ചസ് ഒക്കെ വീഴ്ത്തണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ നഖം വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് സ്ക്രാച്ചൊക്കെ വരുമല്ലോ, സ്വാഭാവികമാണല്ലോ. ഇങ്ങനെ സ്ക്രാച്ച് ഇതൊക്കെ വരും. അപ്പം അങ്ങനെയൊക്കെ വരുത്തണമെങ്കിൽ ഇപ്പം ഇങ്ങനെ ചീന്തപ്പെട്ട് കിടക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഒക്കെയാണല്ലോ ഇതിൻ്റെ ഒരു എഡ്ജിലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഇനി നമ്മളിത് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ഉണക്കാനെ കൊണ്ട് നമുക്ക് വെക്കാം. ഇപ്പോൾ വെയിലത്തൊക്കെ വെക്കാം നമുക്കല്ല. അതല്ല എങ്കിൽ നമുക്ക് ഓവനോ ഹീറ്ററോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇത് ഉണക്കിയെടുക്കാം. തേയില നമ്മൾ ഒന്നുകൂടി ഇടുകയാണ്. ഇതിപ്പോൾ നമ്മൾ ചൂടാക്കാത്ത തേയിലയാണ്. ഇത് കുറച്ചുകൂടി ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആ തേയില ചൂടാക്കിയ വെള്ളം തന്നെയാണ് നമ്മൾ എടുത്തത്. അത് ഇച്ചിരി തണുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ കുഴമ്പ് രൂപത്തിലാക്കി. കോർണറിലൊക്കെ നമുക്ക് ഇപ്പം നമ്മളിത് വെയിലത്ത് വെച്ച് ഉണക്കാം. വെയിൽ നല്ലപോലെ ചൂട് കൊണ്ടു കഴിഞ്ഞാൽ ഇത് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫീൽ കിട്ടും. ഒരുവിധം നന്നായിട്ട് ഉണങ്ങിയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മളിത് പതുക്കെ എല്ലാം ഒന്ന് തട്ടിക്കളഞ്ഞാൽ നല്ല ചൂട് ആയിട്ട് ഉണക്കിയാൽ കുറച്ചുകൂടി നമുക്കിത് ഇതിൻ്റെ ഒരു ലൈവായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. നല്ല വെയിലത്ത് നല്ലപോലെ ഉണക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ലൈവായിരിക്കും ഇത്. ഇപ്പം നമ്മൾ വീണ്ടും ഇതൊന്ന് പതുക്കെ ഒന്ന് ചുരുട്ടുകയാണ്. ഇതൊന്ന് ചെറുതായിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് എഡ്ജ് നമുക്കൊന്ന് ഇത് നമ്മുടെ മച്ചിൻ്റെ മുകളിൽ നിന്നൊക്കെ നമ്മൾ കുറേ കാലങ്ങൾക്ക് ശേഷം കിട്ടുന്ന ഒരു പേപ്പർ പോലൊക്കെ ആയില്ലേ ഇപ്പം. ഇതാണ് ഇതിൻ്റെ ഒരു ഡള്ളിങ്ങിൻ്റെ ഒരു ഇത്. അതായത് തേയില വെള്ളത്തിലാണ് ഇത് കൂടുതൽ ഇത് ഡള്ള് ചെയ്യുന്നത്. പിന്നെ ഈ എഡ്ജിലൊക്കെ ഞാൻ മുമ്പേ കാണിച്ചില്ലേ, ഈ എഡ്ജിലൊക്കെ ഈ തേയില കുറച്ചുകൂടി ഒന്ന് കുഴച്ച് ചൂടുവെള്ളത്തിൽ തന്നെ കുഴച്ച് നല്ലൊരു കുഴമ്പ് രൂപത്തിലാക്കി ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇത് തട്ടിക്കളയുമ്പോഴത്തേന് കുറച്ചുകൂടി നല്ല ഫീലാവും. പിന്നെ ഈ എഡ്ജൊക്കെ കരിച്ചത് കൊണ്ടാണ് ഒരു കുറച്ചുകൂടി ഒരു കുറച്ചുകൂടി ഒരു പഴമ തോന്നുന്നത്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പിയാണ്. നമ്മൾ ആദ്യം ഇത് ഡള്ള് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരവസ്ഥ ഇങ്ങനെയായിരുന്നു. ഇതായിരുന്നു അവസ്ഥ.
അപ്പോൾ ഇതേപോലുള്ളൊരു പേപ്പറാണ് നമ്മളിപ്പോൾ ഈ ഡള്ള് ചെയ്തിരിക്കുന്നത്. സിനിമയിലുള്ള എന്റെ സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൗതുകമുണർത്തുന്ന കാര്യങ്ങളൊന്നുമല്ല. എന്നാൽ സാധാരണക്കാരായ പ്രേക്ഷകർ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു കൗതുകമുണർത്തുന്ന കാര്യം തന്നെയാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഞാൻ എല്ലാ ആഴ്ചകളിലും നടത്തുന്ന ഈ വർക്ക്ഷോപ്പുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിന്റെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു എപ്പിസോഡുമായി, പുതിയ പ്രോഗ്രാമുമായി വീണ്ടും അടുത്ത ആഴ്ച കാണും വരെ. ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഫൈറ്റ് രംഗങ്ങളിൽ വടികൾ ഉപയോഗിക്കാറുണ്ട്. ഇതേപോലെ ഒറിജിനൽ അല്ല, പകരം ഇതേപോലെ ഡെമ്മിയാണ്.